ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് സാധാരണ പോലെ തുടരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഡു, ഡിഡ്, ഡസ് ഇവയുടെ ഉപയോഗമായിരുന്നു. എങ്ങനെ അത് സംസാരത്തിൽ നമുക്ക് പ്രയോഗിക്കാം? ഹൗ ക്യാൻ വി യൂസ് ഡു, ഡിഡ്, ഡസ് ഇൻ സ്പീക്കിംഗ്? അല്ലേ, अंग्रेजी भाषा में और हिंदी में डू, डिड, डस कैसे उपयोग करें कल मैं पढ़ती है. ओके, विल कंटिन्यू. नेक्स्ट वन മേയുടെ യൂസ് ചെയ്യാൻ പറയാം. മേ യൂസ് ടു മെൻഷൻ പോസിബിലിറ്റി, അതായത് സാധ്യതയെ കാണിക്കുവാനാണ് അല്ലെങ്കിൽ സൂചിപ്പിക്കുവാനാണ് മേ ഉപയോഗിക്കുന്നത്. പറയാം നമുക്ക്, അല്ലേ? അതുപോലെ പെർമിഷൻ, മേ ഐ കമിൻ നമ്മൾ ചോദിക്കും, അല്ലേ? എന്താണ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? യെസ് യു കം എന്ന് പറയും. അല്ലെങ്കിൽ യു വോണ്ട്, അല്ലേ? യു ഡോണ്ട് എന്നൊക്കെ നമ്മൾ പറയും. വേണ്ട, അകത്തേക്ക് വരണ്ട, അല്ലേ? അതുപോലെ മറ്റൊന്ന് സാധ്യത, പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് മേ റൈൻ ടുഡേ, ഇന്ന് മഴ പെയ്യാം. ഉറപ്പ് പറയുന്നില്ലേ, സാധ്യതയാണ്, അല്ലേ? അപ്പോൾ ഇന്ന് മഴ പെയ്യാം എന്നുള്ളത് പറയാം. അപ്പോൾ എന്താണ്, ബാരിഷ് ചൽ, അല്ലേ? കൽ എന്താണ്, ചൽത്തി ഹേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പെയ്യാം, സാധ്യത മാത്രം. ആജ് ഹോ ബാരിഷ് ഹേ എന്ന് പറയാം, ഇന്ന് മഴ പെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ മേയുടെ യൂസ്. ദെൻ നെക്സ്റ്റ് വൺ മൈറ്റ്. Might is used to show the past form of may, especially in indirect speech. അപ്പോൾ മേയുടെ പാസ്റ്റ് ഫോം ഉണ്ടാക്കുവാനാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയുന്നത്, തേർഡ് പേഴ്സണോട്. അതാണ് ഇൻഡയറക്റ്റ്. നമുക്ക് പഠിക്കാം അത് വൈഡായിട്ട്. എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. അതുപോലെ നമുക്ക് റിവൈസ് ചെയ്യാം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? ഇറ്റ് മേ റൈൻ ടുഡേ, ഇറ്റ് മൈറ്റ് റൈൻ ടുഡേ, ഇന്ന് മഴ പെയ്തിരിക്കും എന്ന് പറയാം, അല്ലേ? അതുപോലെ മേ ഐ കമിൻ എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, മൈറ്റ് ഐ കമിൻ. പക്ഷെ ഉപയോഗിക്കാറില്ല, അങ്ങനെ തെറ്റല്ല. അപ്പോൾ അതങ്ങനെയായി മേ, മൈറ്റ്, അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വളരെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ, അത് യൂട്യൂബിൽ, അതോടൊപ്പം ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. അത് യൂട്യൂബിൽ നിങ്ങൾ ഫോളോ ചെയ്യണം, എന്നാലേ തുടർച്ചയായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. യു മസ്റ്റ് ഫോളോ ഇറ്റ്, അതർവൈസ് യു ക്യാൻ ഗെറ്റ് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി ക്ലാസ്സസ്. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു. അപ്പോൾ നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ വളരെ സ്പീഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട്, അതായത് മനസ്സിലായി റെസ്പോൺസ് നമുക്കറിയാം കുറേ, അല്ലേ? പ്രാസം എന്നൊക്കെ പറയും മലയാളത്തിൽ. മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിൽ പെൻസിൽ ഓയിൻമെൻ്റ് ഇട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലായതും കൂടി മനസ്സിലാവില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ. അപ്പോൾ കൂടുതൽ ഞാൻ കോൾഡ് പിടിച്ചു, നല്ല തണുപ്പാണ് ഇവിടെ. ടു കോൾ ഹിയർ, ദാറ്റ്സ് വൈ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കണ്ടിരിക്കണം, കാണണം. ഓക്കെ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.